ചെയ്യാൻ പോകുന്നത് ഐപ്ലേയുടെ MP3 പ്ലെയർ വെച്ചിട്ട് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതൊരു മോഡ്യൂളാണ്, പിന്നെ അതിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള വയർ, പിന്നെ റിമോട്ട്. ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് വരുന്ന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പെൻഡ്രൈവ് ഉപയോഗിച്ച് ഇതിനകത്ത് പാട്ട് പ്ലേ ചെയ്യാം, മെമ്മറി കാർഡ് ഉപയോഗിക്കാം, പിന്നെ ഓക്സ് ഇൻപുട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് FM മോഡേ ഉണ്ട്. ഇത്രയും ഫംഗ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ആംപ്ലിഫയർ സെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആംപ്ലിഫയർ സെക്ഷൻ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ആംപ്ലിഫയർ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ചെറിയ ബോർഡാണ്. അതുപോലെ തന്നെ ഇത് 5 വോൾട്ട് സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5 വോൾട്ട് സപ്ലൈയും പിന്നെ ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷനും പിന്നെ നമ്മൾ 2 സ്പീക്കർ ഔട്ട് കൊടുക്കാനുള്ള ലെഫ്റ്റും റൈറ്റും കൊടുക്കാനുള്ള കണക്ഷൻ. ഇത്രയാണ് ഇതിനകത്ത് കണക്ഷൻ തന്നെ. പിന്നെ ഇതിനാവശ്യമായ വോൾട്ട് കൊടുക്കാനുള്ള സോക്കറ്റാണിത്. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ചാർജർ വെച്ചിട്ടാണ് ഇത് സപ്ലൈ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം കണക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടാണ്. 3 വയറും ഉണ്ട്. അത് നമ്മൾ റൈറ്റും ഗ്രൗണ്ടും ലെഫ്റ്റുമാണ് വരുന്നത്. ഈ 3 കണക്ഷൻ നമുക്ക് അതിന് സോൾഡർ ചെയ്യാം. അടുത്ത നമ്മൾ കൊടുക്കേണ്ട 5 വോൾട്ട് സപ്ലൈ ആണ്. അത് ആംപ്ലിഫയറിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻപുട്ടും 5 വോൾട്ട് സപ്ലൈയും കണക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ സോക്കറ്റാണ് സെറ്റ് ചെയ്യണത്. അടുത്തത് നമ്മൾ ആംപ്ലിഫയറിലേക്ക് സ്പീക്കറാണ് കണക്ട് ചെയ്യണത്. നമുക്ക് 2 സ്പീക്കർ കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മുടെ കണക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിലേക്ക് 5 വോൾട്ട് സപ്ലൈ ഫോണിൻ്റെ ചാർജർ വെച്ചിട്ടാണ് കൊടുക്കണത്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൗണ്ട്, അത്യാവശ്യം സൗണ്ട് ഉണ്ട്. ഇനി നമുക്ക് പെൻഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. Play by USB drive. നമുക്ക് റിമോട്ട് ഉണ്ട്. റിമോട്ടിൽ നമുക്ക് മോഡ് സെലക്ട് ചെയ്താൽ നമുക്ക് ഇൻപുട്ട് AUX mode. കണക്ഷൻ കൊടുക്കാം. Bluetooth mode. നമുക്ക് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം.